റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ അവിടെയുള്ള ദശലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ തണുപ്പിൽ ദുരിതത്തിലാണ് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അതായത് യുക്രൈനിൽ റഷ്യയുടെ ക്രൂരമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതായത് പുതുവർഷത്തിന്റെ തുടക്കത്തിൽ യുക്രൈനെതിരെ റഷ്യ ഇതുവരെ നടത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ മിസൈൽ ഡ്രോൺ ആക്രമണമാണ് നടത്തിയത്. ഓഷനിക് മിസൈൽ അടക്കം റഷ്യ യുക്രൈനെതിരെ പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു. റഷ്യ നടത്തിയ ആക്രമണത്തിൽ ഇതുവരെ 4 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായ റിപ്പോർട്ടുണ്ട്. ഈ ആക്രമണത്തെക്കുറിച്ച് പല നഗരങ്ങളിലും ഈ ആക്രമണത്തെ തുടർന്ന് പല നഗരങ്ങളിലും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുണ്ട്. ഇതുമൂലം കൊടും തണുപ്പിൽ ഹീറ്റർ പോലും ഇല്ലാതെ അടച്ചിട്ട മുറിക്കുള്ളിൽ ദശലക്ഷക്കണക്കിന് പൗരന്മാരുടെ അവസ്ഥ ദയനീയമായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേസമയം മരണഭീതിയെ നിരന്തരം നേരിടുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇരുട്ടിൽ ജീവിക്കാൻ നിർബന്ധിതരാകുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, മോസ്കോയിൽ പോലും ഇപ്പോൾ -ഡിഗ്രിയാണ് തണുപ്പെന്ന് പറയുന്നത്. ആ സാഹചര്യത്തിൽ യുക്രൈനിൽ എത്രയായിരിക്കും തണുപ്പ് എന്നുള്ളത് നമ്മൾ ഊഹിക്കാവുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ കറണ്ട് പോലും ഇല്ലാതെ വരികയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതം അവിടെയുള്ള ജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കും. റഷ്യ 18 ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവിട്ടു എന്നാണ് സെലൻസ്കി പറയുന്നത്. ഇത് സംബന്ധിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞത്, റഷ്യ യുക്രൈനിലെ 8 പ്രദേശങ്ങളാണ് ഏകദേശം 300 ഡ്രോണുകളും 18 ബാലിസ്റ്റിക് മിസൈലുകളും 7 ക്രൂയിസ് മിസൈലുകളും വർഷിച്ചുവെന്ന്. നമ്മുടെ ഊർജ്ജ നിലയങ്ങളും സബ് സ്റ്റേഷനുകളുമായിരുന്നു റഷ്യയുടെ പ്രധാന ലക്ഷ്യം. യുക്രൈനുള്ള സൈനിക സഹായം നിർത്തലിൽ ഇത്തരം ആക്രമണങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ശൈത്യകാലത്ത് നമുക്ക് എല്ലാ ദിവസവും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആവശ്യമാണ് എന്നും ഇപ്പോൾ സെലൻസ്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളടക്കം സെലൻസ്കി അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമമായിട്ടുള്ള എക്സിൽ പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും 7 മിസൈലുകളും 247 ഡ്രോണുകളും വെടിവെച്ചിട്ടതായും യുക്രൈൻ ഇപ്പോൾ അവകാശപ്പെടുന്നുണ്ട്. പോരാത്തതിന് ഈ ആക്രമണത്തിൽ 24 സ്ഥലങ്ങൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചു എന്ന് പറയുന്നു. യുക്രൈന്റെ ഊർജ്ജ വകുപ്പിന്റെ കണക്കനുസരിച്ച് യുക്രൈനിലെ തലസ്ഥാനമായിട്ടുള്ള കീവ് ഉൾപ്പെടെ ഖാർഗീവ്, ഒഡേസ, ഡൊണറ്റ്സ്ക് തുടങ്ങിയ പ്രദേശങ്ങളിൽ അടിയന്തരമായ വൈദ്യുതി മുടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കീവിലെ താപനില -13 ഡിഗ്രി സെൽഷ്യസ് എത്തിയതിനാൽ വൈദ്യുതി ഇല്ലാതെ ആളുകൾ ജീവിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത്. എന്തായാലും അതിർത്തിക്കടുത്തുള്ള ഖാർഗീവ് നഗരങ്ങളിലടക്കം വമ്പൻ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.